മനുജ, അസീം മുനീറിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും വിവാദമാകാറുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അസീം മുനീർ നമ്മൾ എഴുതി തള്ളുകയാണെങ്കിൽ പോലും അസീം മുനീറിന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അവരിൽ തന്നെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ച, നമുക്കറിയാം ഈ പഹൽഗാം അറ്റാക്കിന് പിന്നിൽ പോലും അസീം മുനീറിന്റെ വാക്കുകളുണ്ട്. ഏതാനും ഒരാഴ്ചയ്ക്ക് മുന്നേ എങ്ങോട്ടാണ് അസീം മുനീർ ഇവിടെ കശ്മീരിലെ ഹിന്ദു മുസ്ലിം വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുകയും ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തുകയും അതിൽ രോഷം കൊണ്ടാണ് തീവ്രവാദികളടക്കം പഹൽഗാമിൽ ഇത്ര നരനായാട്ട് നടത്തിയതെന്നുമാണ് പറയപ്പെടുന്നത്. ആ അസീം മുനീർ വീണ്ടും ഇപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതായത് കശ്മീരിലെ ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കശ്മീരിൽ നടക്കുന്ന സ്വതന്ത്ര പോരാട്ടം എന്ന രീതിയിലൊക്കെയാണ് അസീം മുനീർ പറയുന്നത്. അവിടെ തീവ്രവാദമല്ല, കശ്മീരി ജനങ്ങളുടെ മനസ്സ് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം, അവരുടെ രീതികൾക്കനുസരിച്ച് പാകിസ്ഥാനോടൊപ്പം വരണം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അസീം മുനീർ പറയുന്നത്. അവർ തന്നെ വ്യക്തമാണ്, കശ്മീരിലെ ജനത ഇപ്പോൾ ശാന്തമാണ്, അവർക്ക് ഒരു താല്പര്യവും കാണില്ല. അപ്പം ഇന്ത്യയോടൊപ്പം നിലനിൽക്കുന്നത് അതാണ്. അതിൽ വിരളി പിടിച്ചാണ് ഈ അസീം മുനീർ അവിടെ തന്നെ അവിടുത്തെ, നമുക്ക് നേരത്തെ പറയാം, 1-2 പേരെങ്കിലും കാണില്ല, അവരിൽ തന്നെ വിരളി പിടിപ്പിച്ച് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള രീതിയാണ് അസീം മുനീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു അവിടെ ഭീകരവാദമല്ല, അത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് സ്വതന്ത്ര പോരാട്ടമാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് ഗുരുതരമായിട്ടാണ് ഇന്ത്യ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അന്നും ഇന്നും എന്നും കശ്മീർ ഇന്ത്യയുടേത് തന്നെയാണ്, ആത്മാർത്ഥമായി തന്നെയാണ് പറയുന്നത്, ഇന്ത്യയുടെ തന്നെയാണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ മുനീറിന്റെ ഇത്തരം വാക്കുകൾ സത്യം പറയുക ഒരു അടി കിട്ടേണ്ട അവസ്ഥ തന്നെയാണ്. ഇത് ചോദിച്ച് മേടിക്കുന്ന അവസ്ഥയിലേക്ക് അസീം മുനീർ പോവുകയല്ലേ എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന നാവികസേന അക്കാദമിയുടെ മാർച്ചിൽ സംസാരിക്കവെയാണ് അസീമിന്റെ ഏറ്റവും ഒടുക്കം ഇന്ത്യയെ ത്രട്ടൺ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരത്. അത് ബലൂചിസ്ഥാൻ മാത്രമല്ല, പ്രവിശ്യകളെല്ലാം തന്നെ വലിയ സംഘർഷത്തിലും സംഘടനകളുമാണ്. ഇതിനെയൊന്നും ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത അസീം മുനീർ അവയെക്കുറിച്ച് ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഇന്ത്യയിലേക്ക് നോക്കി, കശ്മീരിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തലുകൾ നടത്തുന്നു, അവിടെ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിഘടനവാദങ്ങളൊക്കെ തന്നെ അത് കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾ നടത്തുന്നതാണെന്നും അതിനെ തീവ്രവാദമായാണ് ഇന്ത്യയിലെ സർക്കാർ മുദ്ര കുത്തുന്നതെന്നും അടക്കം ഇന്ത്യയെ ത്രട്ടൺ ചെയ്യുന്ന അസീം മുനീറിനെയാണ് ശനിയാഴ്ച കാണുന്നത്. അതായത് സ്വന്തം നാട്ടിൽ യാതൊരു വിലയുമില്ലാത്ത ഒരാൾ മറ്റൊരു നാട്ടിലേക്ക് നോക്കിയിരുന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്നതായിട്ടാണ് കാണേണ്ടത്. ഇപ്പോൾ പഹൽഗാം അറ്റാക്കിനെ കുറിച്ചോ അതിനുശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷനെ കുറിച്ചോ ഒന്നും ഇയാൾ സംസാരിക്കുന്നില്ല. ഇയാൾ എപ്പോഴും സംസാരിക്കുന്നത് കശ്മീരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ അതിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളെ, കശ്മീരിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യ അടിച്ചമർത്തുന്നതിനെ, അതിനെ പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയവൽക്കരിച്ച് വോട്ട് പിടിക്കാനും സൈനിക മേധാവിത്വം പുലർത്താനുമാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, പഞ്ചാബ് ആയിക്കൊള്ളട്ടെ, കശ്മീർ ആയിക്കോട്ടെ, ലഡാക്ക് പ്രദേശങ്ങളെല്ലാം തന്നെ അത് പാകിസ്ഥാന്റെ ആണെന്ന് തന്നെയാണ് ഇവരിപ്പോഴും വാദിക്കുന്നത്. ഇത് തന്നെയാണ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളും വാദിക്കുന്നത്. അതായത് അസീം മുനീർ എന്ന പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവി, ഫീൽഡ് മാർഷലും പാകിസ്ഥാനിൽ നിന്നും ഉയർത്തുവരുന്ന തീവ്രവാദ കൂട്ടങ്ങൾക്കും ഒരേ ആശയമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ ആകത്തുകയിൽ ക്ലെയിം ചെയ്യുന്നത് കശ്മീരിന് ഇവർക്ക് വേണം, ഇന്ത്യ അത് പിടിച്ചടക്കി വെച്ചിരിക്കും. നമുക്കറിയാം ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കിയിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് അതൊരു സംസ്ഥാനമായി ഇന്ത്യ മാറ്റുകയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് കശ്മീരിനെ മുൻനിർത്തി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകൾക്ക് പൊള്ളിച്ചിട്ടുണ്ട്. അത് ആ പൊള്ളൽ അസീം മുനീറിന് ഏറ്റിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് വീണ്ടും ഇന്ത്യയിലേക്ക് നോക്കി സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഇല്ലം ചുട്ടവിടെ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അതിലേക്കൊന്നും അസീം മുനീറിന്റെ ശ്രദ്ധ പോകുന്നില്ല. ബലൂചിസ്ഥാനിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിൽ വെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്, അവിടെയും വിഘടനവാദ പ്രവർത്തനങ്ങൾ സജീവമാണ്. അതായത് ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അസീം മുനീർ ഈ വീരവാദം മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അസീം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുക, ഇന്ത്യ ഗവൺമെന്റിനെ ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് ശേഷം ഞങ്ങൾ എന്തൊക്കെയോ ആണ് ഇവിടെ മലമറിക്കുന്നുണ്ട്, ഞങ്ങളത് ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ പിടിച്ചടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാബ്രിക് ഉണ്ടാക്കിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം മനുജ പറഞ്ഞ പോലെ തന്നെയാണ്, ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവണതയാണ്. അതായത് സ്വന്തം കാര്യം മറച്ചു വെച്ചത്. അതായത് ഇപ്പോൾ നമുക്ക് ട്രംപിന്റെ കാര്യങ്ങളൊക്കെ അടക്കം, ട്രംപിന് അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇറാനെയും ഇസ്രായേലിനെയും എല്ലാം കൂട്ടുപിടിച്ചാണ് നിലനിന്ന് പോകുന്നത്. അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥയും. അപ്പം അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര, നമുക്കറിയാം പാകിസ്ഥാനികൾ തന്നെ വലിയ രോഷത്തിലാണ്. അതായത് ചൈനയുടെ പിൻബലത്തോടെ അല്ലാതെ ഇനി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന അവസ്ഥയാണ്. ഒരു ചൈന സ്പോൺസേർഡ് പാകിസ്ഥാൻ ഇതിനടിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചൈന പതിയെ അവരെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പക്വത ഇല്ലായ്മ, അവരുടെ ദീർഘവീക്ഷണമില്ലായ്മ എല്ലാം തന്നെയാണ് ചൈനയെ കൂടെ മറ്റു രാജ്യങ്ങളെ കൂടെ കടന്നു വരുന്ന രീതിയിലേക്ക് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നോക്കൂ, അത് കശ്മീരിലെ ജനങ്ങളുടെ പേര് പറഞ്ഞാണ് ആവശ്യപ്പെടുന്നത്. കശ്മീരിലെ ജനങ്ങളോട് പോയി നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവർക്ക് പ്രത്യേക പദവി വേണ്ട. നമുക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അവിടെ
ഉണ്ടായിരുന്ന സാധാരണക്കാരായ നാട്ടുകാർ പോലും പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിജീവനത്തിന്റെ ഒരു പാതയിലാണ്, ഞങ്ങൾ സമാധാന അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്, അതിനെ നശിപ്പിക്കാനാണ് ഭീകരർ വന്നിവിടെ തമ്പടിച്ചതും തവളമടിച്ചതും ആളുകളെ കൊന്നത് എന്ന് പറയുന്ന സാധാരണക്കാരായ ആൾക്കാരെ കാണാം. ഇപ്പൊ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ വലിയൊരു ജാർഗണാണ് കശ്മീരിന് പ്രത്യേക പദവി കൊടുക്കണം എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോപ്പറായി പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആക്രമണങ്ങൾക്ക് വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അത് കശ്മീരിൽ ഉൾപ്പെടെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിൽ ഈ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പഹൽഗാം ആയതുകൊണ്ടല്ലേ, ചെറുതും വലുതുമായ ഉള്ള ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളെ പിടിച്ചു കെട്ടാൻ അവിടുത്തെ BSF-ന്, അവിടുത്തെ കശ്മീരി പോലീസിന്, സേനയ്ക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ കശ്മീരിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പ്രത്യേക പദവി കൊടുത്തത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് വെച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള കോൺഗ്രസിന്റെ ആവശ്യം സത്യത്തിൽ അസീമുദ്ദീന്റെ ആവശ്യമൊക്കെ റിസൾട്ടുകളാണ് നോക്കേണ്ടത്. അവിടെ എന്താണ് കശ്മീരിന് മുൻപും ശേഷവും എന്ന രീതിയിൽ ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കിയാൽ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നമില്ലാതെ പോയപ്പോഴാണ് പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് വരുന്നു, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, ഇന്ത്യ അതിനകത്ത് ഇടപെട്ടു, ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം ലോകരാജ്യങ്ങളോട് പോയി വിളിച്ചു പറയുന്നു, ഇന്ത്യയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. അതിനെല്ലാം ഒടുവിൽ വീണ്ടും ശാന്തതയിലേക്ക് കശ്മീർ വീണ്ടും എത്തുന്ന സിറ്റുവേഷനിലാണ് വീണ്ടും അടുത്ത വെടി പൊട്ടിക്കുന്നത്. അസീമുനീർ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചോ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചോ പറയുന്നില്ലെന്ന് ശ്രദ്ധിക്കണം. പറയുന്നത് പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം നടത്തിയ സമവായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പക്വമായ ഇടപെടലുകളാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കിയതെന്ന് ക്ലെയിം ചെയ്യുന്ന അസീമുനീറിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ശരത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് അസീമുനീർ ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് പോകുന്നത്. വാഷിംഗ്ടണിലേക്ക് ഈ സമയത്ത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഡൊണാൾഡ് ട്രംപ് വിളിക്കുന്നുണ്ട് ഒരു സമവായ ചർച്ചയിലേക്ക്. അന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഞാൻ വരില്ല, ആ ഇൻവിറ്റേഷൻ ഡിക്ലൈൻ ചെയ്യുകയായിരുന്നു. നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രിയൊക്കെ അതിനെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ആകത്തുകയിൽ ഇന്ത്യക്ക് ഈ രാഷ്ട്രത്തോട്, ഈ ശത്രുരാഷ്ട്രമല്ല, അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ എല്ലായിടങ്ങളിലും, കഴിഞ്ഞ ദിവസം റഷ്യയിൽ പോയ തരൂര്, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് ചൈനയിൽ നടന്ന ഷാങ്ഹായ് മീറ്റിങ്ങിൽ, ഇവിടെ എല്ലാം പറയുന്നത് പാകിസ്ഥാൻ നടത്തുന്ന സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസത്തിനെതിരെയുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇന്ത്യ ലോകത്ത് മുഴുവനും ആവർത്തിക്കുമ്പോൾ അവിടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനിലെ ഞങ്ങൾ ചെയ്യുന്നത് കശ്മീരിലെ ജനങ്ങളുടെ അവകാശ സംരക്ഷണമാണ്, അവർ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പറഞ്ഞ പോലെ പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, നോക്കൂ കശ്മീരിനെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേക്കും, ഞങ്ങൾ നോക്കിക്കോളാം, പൊന്നുപോലെ വളർത്തിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന അസീമുനീർ സത്യത്തിൽ സ്വയം എളിഭ്യനാവുകയാണ്. അടിസ്ഥാനപരമായി പാകിസ്ഥാനുള്ളിലുള്ള പ്രശ്നങ്ങളെങ്കിലും പരിഹരിച്ചിട്ട് സംസാരിച്ചൂടെ മുനീറ എന്നാണ് ചോദിക്കാനുള്ളത്.